ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വാഴാലിക്കാവിലേക്കാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് കൊല്ലങ്കോട്ടേക്കാണ് പോകുന്നത്. വാഴാലിക്കാവ് അമ്പലം വളരെ പ്രശസ്തമാണ്. ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് അവിടെ. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ടാണ് നമ്മൾ കൊല്ലങ്കോട്ടേക്ക് പോകുന്നത്. അവിടെ നമ്മൾ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അജഗജാന്തരം പോലുള്ള സിനിമകളുടെയൊക്കെ മുഴുവൻ ഭാഗവും ആ വാഴാലിക്കാവിനുള്ളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാഴാലിക്കാവിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലങ്കോട്ടേക്കുള്ള കാഴ്ചകളും കാണാം. നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. അതിലേ പോയാലാണ് വാഴാലിക്കാവിൽ എത്തുക എന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വഴിയിൽ കൂടിയൊക്കെ കയറി അവസാനം ഞങ്ങൾ വാഴാലിക്കാവിലെത്തി. അപ്പോൾ ഇവിടെ സുമേഷ് ഏട്ടൻ അമ്പലത്തിൽ തൊഴുത ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്പലത്തിൽ അങ്ങോട്ടേക്ക് ക്യാമറയൊന്നും നമ്മൾ ഫോട്ടോയൊന്നും എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് പുറത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങ് നീങ്ങിയിട്ടാണ് അമ്പലമുള്ളത്. ഒരു പൊക്കത്തായിട്ടാണ് അമ്പലമുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി വളരെ ചെറിയൊരു വഴിയായിരുന്നു. അതിനപ്പുറത്ത് വേറൊരു വഴി കൂടി വന്നാൽ നമുക്ക് കാർക്ക് മുകളിലേക്ക് കയറ്റിയിടാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഗൂഗിൾ കൊണ്ടെത്തിച്ച വഴി ഇതായിരുന്നു. ഇവിടെ കണ്ടോ, ഈ ആലിനടുത്തുള്ള വഴി കൂടിയാണ് ഞങ്ങളൊക്കെ വന്നത്. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നെല്ലൊക്കെ വിതച്ച സമയമാണ്. അപ്പോൾ നോക്കി ഇതിനടുത്ത് തന്നെ ഒരു വറ്റി വരേണ്ട ഒരു പുഴയൊക്കെ കിടപ്പുണ്ട്. ഭാരതപ്പുഴയാണോ എന്താണോ എന്തോ എനിക്കറിയത്തില്ല. ഭാരതപ്പുഴ ആവാനായിരിക്കുമല്ലോ ചാൻസ്. അപ്പോൾ തൊട്ടടുത്ത ആ ഒരു റിവറായിരിക്കാം. അപ്പോൾ ഇതിനിപ്പുറത്ത് കൂടിയുള്ള വഴി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ആ കാടിനൊക്കെ അപ്പുറത്ത് കൂടി ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ വറ്റി വരണ്ട് കിടക്കുകയാണ് നദിയൊക്കെ. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ ഒരു മലയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞങ്ങൾ പോയത് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്കോടാണ്. അവിടെ അടുത്ത് തന്നെ ഒരു എന്താ പറയുക നെൽപ്പാടം. ഈ നെൽപ്പാടത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ 20 രൂപ ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൻപുറത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ശരിക്കും നമ്മൾ പാലക്കാട്, തൃശ്ശൂരൊക്കെ പോകണം. തൃശ്ശൂർ ബോർഡർ, പാലക്കാട്, ഇതൊക്കെയാണ് ശരിക്കും നാട്ടിൻപുറത്തെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിറയെ നെല്ലാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം വെയിലൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു, വെയിലില്ല. അപ്പോൾ അതിനിടയിൽ കുറേ ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം എത്രയോ ഏക്കർ അറ്റം വരെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും. ഇത്രയും കൃഷിയൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ അവിടെ ഞങ്ങളുടെ വീടിനടുത്ത് നെടുങ്ങാടൊക്കെ കൃഷി ഉണ്ടെങ്കിലും ഇത്രയും കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദൂരെ നമുക്ക് ആ വാട്ടർഫോൾ നമ്മൾ ആ മലയിൽ കാണുന്നത് സീതാർകുണ്ട് വാട്ടർഫോളാണ്. പിന്നെ അപ്പൂസ് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എല്ലാവരും കാണണം. പിന്നെ അവൻ്റെ മുടി വെട്ടിയോണ്ടേ അവനൊരു ക്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ മുടി വെട്ടിയോണ്ട് അവൻ കുറേ ദിവസത്തേക്ക് ഈ ക്യാപ്പ് വച്ചായിരുന്നു നടന്നിരുന്നത്, മുടി വളരുന്നവരെ. അപ്പോൾ അവൻ്റെ ഒരു സ്റ്റൈലാണ് ക്യാപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെ കുറേ കളർ ക്യാപ്പുകളൊക്കെ അവൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ നോക്കി കുറേ ഏറുമാടങ്ങളൊക്കെ കാണാം. അത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടി വെച്ചേക്കാണ്. പിന്നെ അതിനിടയിൽ ചറുക്ക, അതെ ഇതിനപ്പുറത്ത് ഒരു തവള കിണറുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 40 അടിയിലധികം ആഴമുള്ളൊരു തവളക്കാണ് ഉണ്ടായത്. അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ കുറേ വഴികൾ, ആ വഴിയൊക്കെ പോയി ഞങ്ങൾ അത്യാവശ്യം അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈ കിണറിന് നല്ല ആഴമുണ്ട് കേട്ടോ. 40 അടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കിണറല്ല, കുളമാണ്, സോറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ സീതാർകുണ്ടിന് കുറച്ചും കൂടെ അടുത്തുള്ളൊരു ഭാഗത്തേക്ക് ഞങ്ങൾ പോന്നു. അവിടെ പ്രവേശന ഫീസ് 30 രൂപയാണ് കേട്ടോ. എന്തായിരുന്നു, സൂര്യ ഗാർഡൻസ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അവരുടെ പേര്, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ മിയാ പൂവൊക്കെ മണത്ത് നോക്കുന്നുണ്ട്, സ്മെല്ലൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ ഈ പൂക്കളൊക്കെ നട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ 30 രൂപ ചാർജ് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിനിടയിൽ കൂടിയൊക്കെ നമുക്ക് നടക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്, 2 ആഴ്ച മുമ്പാണ് പോയത്, ഒരാഴ്ച മുമ്പാണ് പോയത്. അപ്പോൾ ഒരുപാട് സഞ്ചാരികളുണ്ട് കേട്ടോ ഇതിൽ, ഇവിടെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലൊക്കെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. അവിടെ പരിപ്പ് വടയൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അയ്യപ്പൻ ചേട്ടൻ്റെ നമ്മുടെ ബൺ പൊറോട്ട കഴിക്കുന്ന കടയിൽ ചെന്നപ്പോൾ അവിടെ ഉച്ചയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ ആദ്യം കണ്ട സ്ഥലമില്ലേ, ഒരു വയൽ, അതിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കട തപ്പിപ്പോയി ഞങ്ങൾ അവസാനം തിരിച്ച് അവിടെ തന്നെ വന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സീതാർകുണ്ടിലേക്കാണ് പോയത്. ആ സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്ന പാടമുള്ളത്. മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയും. എന്തായാലും നമ്മളിത് കണ്ടിരിക്കണം, അത്രയും ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമുക്കിങ്ങനെ ഈ പൂക്കളുമൊക്കെ കാണാനും, അതിനിടയിൽ അവരൊരു ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ആനയുടെ രൂപമൊക്കെ ഉണ്ട്, അതിനെ കാണാൻ നല്ല. അതിൻ്റെ കഴുത്തിലൊരു പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, എന്തോ പേര് ഞാൻ വായിച്ചു മറന്നുപോയി. പക്ഷേ അരുണി അവിടെ കിടന്നിരുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ പോയത് സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കായിരുന്നു. അപ്പൂസിനെ എടുത്തുകൊണ്ട് കണ്ണൻ ഇറങ്ങുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒഴുക്ക് കുറവാണ് കേട്ടോ, വലിയ ഒഴുക്കില്ല. കുറച്ച് നേരം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൻ്റെ സ്പീഡ് അങ്ങ് കൂടി. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായപ്പോൾ ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. അപ്പം നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ആദ്യം കണ്ട ആ പാടമാണ്. രണ്ടാമത് നമ്മൾ പോകേണ്ടത് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട, നമ്മൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പിന്നെ സീതാർകുണ്ട് വാട്ടർഫോൾസ്. ഇങ്ങ് വരുന്ന വഴി എന്തുണ്ട്, ആ ഒരു നമ്മൾ കണ്ട ആ ഒരു പാടമുണ്ട്. പിന്നെ നമ്മൾ പോകാൻ പറ്റിയില്ല, അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, അത് ഞങ്ങൾ പോയില്ലായിരുന്നു. ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അമ്പലം ഉള്ളത്. അവിടെയും എല്ലാവരും പോകേണ്ടതാണ്. പിന്നെ നമ്മൾ മിസ്സാക്കിയതൊരു പത്തായം, അതും ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയുടെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കുറേ നാളിന് ശേഷം വരികയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്